ഈ സർവേ റിപ്പോർട്ടുകൾ അനുകൂലമാകുമ്പോൾ തന്നെ ഈ സ്ട്രോങ് റൂം വിവാദത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചില പരാതികൾ ഹൈക്കോടതിയിലും പോയിരുന്നു. ഇന്ന് ഹിയറിംഗ് നടക്കുകയാണ്. അതായത് സ്ട്രോങ് റൂമിൻ്റെ അകത്തുണ്ടായിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ഇപ്പോൾ കാരണം ഇന്ത്യയിലെ ജനാധിപത്യം കാത്തു സംരക്ഷിക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷനാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസം നഷ്ടപ്പെടുന്ന പ്രവൃത്തിയാണ് ഏപ്രിൽ മാസം 20-നും 21-നും ബാലറ്റ് പട്ടികൾ സൂക്ഷിച്ചു വെച്ച JDT ഇസ്ലാം കോംപ്ലക്സ് ഉണ്ടായത്. 20-ാം തീയതി സ്ട്രോങ് റൂം എന്ന് പുറത്തേക്ക് എഴുതിയ ഒരു റൂം, മെറ്റീരിയൽ റൂമാണ് നമ്മൾ തുറക്കുക. പേരാമ്പ്ര ആറവും ചില ഉദ്യോഗസ്ഥരും ലാപ്ടോപ്പ് ഉപയോഗിച്ച് മണിക്കൂറിൽ ചെലവഴിക്കുക. അത് ഏറ്റവും ഗുരുതരമായ തെറ്റാണ്. ഞങ്ങളുടെ ചോദ്യം, ഇന്നർ പെരിമീറ്ററിനകത്ത് മെറ്റീരിയൽ റൂം ആര് സ്ഥാപിച്ചു? കേന്ദ്രസേന മാത്രം നിയന്ത്രിക്കേണ്ട അവിടെ സംസ്ഥാനത്തിലെ ഉദ്യോഗസ്ഥന്മാർ എങ്ങനെ കയറി? അതിന് ഉത്തരവാദിയാര്? ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ പെറ്റീഷൻ അയച്ചു, കളക്ടർക്കും അയച്ചു. യാതൊരു നടപടി ഉണ്ടായില്ല. അതിന് വെല്ലുവിളിച്ചുകൊണ്ടായപ്പോൾ പിറ്റേ ദിവസം കൊയിലാണ്ടിയിലെ 4 ഉദ്യോഗസ്ഥരും അവിടുത്തെ സ്ട്രോങ് റൂം ഇതേ ഏരിയയിൽ ഇന്നർ പെരിമീറ്റർ കയറിയത്. അന്ന് ഞങ്ങൾ കളക്ടറെ പോയി കണ്ടു, നിവേദനം കൊടുത്ത് നോട്ടീസ് അയച്ചു എന്ന് പറഞ്ഞു. ഒരു നടപടിയില്ല. അവസാനമാണ് ഞങ്ങൾ ഹൈക്കോടതി സമീപിച്ചത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പെറ്റീഷണറായ എന്നെ കേട്ട് 3 ദിവസത്തിനുള്ളിൽ തീരുമാനമെടുക്കാനാണ് മെനഞ്ഞാന്ന് വിധി പ്രഖ്യാപിച്ചത്. ഒരു സ്ഥാനാർത്ഥിക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്ത് തൻ്റെ അവസ്ഥ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കോ മുന്നണിക്കോ സ്ഥാനാർത്ഥിക്കോ സംഭവിച്ച കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഇലക്ഷൻ കമ്മീഷൻ ബോധ്യപ്പെടുത്താൻ ഹൈക്കോടതി ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും ഗൗരവമായ കാര്യം. നിരന്തരമായി ഞങ്ങൾ ശ്രമിച്ച് സാധിച്ചില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇടപെട്ടു. 11:30 മണിക്ക് തന്നെ വീഡിയോ കോൺഫറൻസിലൂടെ എന്നെ കേൾക്കുകയാണ് ഇലക്ഷൻ കമ്മീഷൻ. ഇപ്പോൾ ഈ ആറോമാരെ മാറ്റണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കും. ആറോമാരെ നിർബന്ധമായി മാറ്റില്ല, അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണം. ഈ വോട്ടെണ്ണൽ നടപടിക്രമങ്ങളും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും അവർ ഉണ്ടാവരുത്. അത് പേരാമ്പ്ര കൊയിലാണ്ടി. അതിലുപരിയായി പൊതുജന മധ്യത്തിലും പൊതുജന മനസ്സിലുമുള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസത നിലനിർത്താൻ അത് മാത്രമേ വഴിയുള്ളൂ. അവരെ മാറ്റി നിർത്തൽ മാത്രം പോരാ, മാതൃകരമായി ശിക്ഷിക്കുകയും വേണം. പിന്നെ മാത്രമല്ല VVPAT, ചിലയിടങ്ങൾക്ക് VVPATും ഞങ്ങൾക്ക് സംശയമുള്ളിടങ്ങളിലൊക്കെ VVPAT അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടും. ആ ആവശ്യത്തോട് അനുഭാവപൂർവമായ പരിഗണന ഉണ്ടാവണം. ഇതാണ് പറയുന്നത്. ഏതെങ്കിലും ആശങ്കയുടെ പുറത്താണോ അതോ സുതാര്യത ഉറപ്പുവരുത്താനോ? സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി മാത്രം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 13 ഔട്ട് ഓഫ് 13 ജയിക്കുന്ന ഞാനിപ്പോൾ ഉറച്ചു നിൽക്കുമ്പോഴും ജയത്തിലൊന്നും ആശങ്കയില്ല. പക്ഷേ ഇനി ജനാധിപത്യത്തിന് ധ്വംസനമുണ്ടാകുന്ന ഒരു പ്രവൃത്തി ഒരു ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തും ഉണ്ടാവാൻ പാടില്ല. ഇന്ന് സംഭവിച്ച് നാളെ സംഭവിക്കുന്നത് സുതാര്യത ഉറപ്പുവരുത്തണം. അതിനുവേണ്ടിയാണ് നടപടി. എന്തായാലും സർവേ റിപ്പോർട്ടുകൾ വരുന്നതിനപ്പുറത്തേക്ക് 13 സീറ്റുകളും വിജയിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നു. അതോടൊപ്പം തന്നെ അത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് VVPAT ഉൾപ്പെടെ എണ്ണാനുള്ള ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉന്നയിക്കാൻ തന്നെയാണ് DC പ്രസിഡന്റ് K. പ്രവീൺകുമാർ തീരുമാനിച്ചിരിക്കുന്നത്. നിഖിലിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 കോഴിക്കോട്.